കട്ടായി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളെ രവി അണ്ണനാണ്. അപ്പോൾ നമുക്ക് രവി അണ്ണനെ കാണാം, കുറച്ച് ഇൻ്റർവ്യൂ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോൻ്റെ ടോപ്പിക്കാണ് രവി അണ്ണ. വരി അല്ല, ഇതൊരു വ്ളോഗാണ്. വീഡിയോൻ്റെ തുടക്കം തൊട്ട് ഇതുവരെ നമ്മളെ കൂടെ നമ്മളെ രവിയണ്ണ ഉണ്ട്. ഭയങ്കര കോമഡിയനാണ് രവിയണ്ണൻ്റെ. ആക്ടിങ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആക്ടറാണ്. കട്ടായിൻ്റെ നാച്ചുറൽ ആക്ടർ എന്ന് പറയുമ്പോൾ അത് നമ്മളെ രവിയണ്ണാണ്. രവിയണ്ണ എന്ത് പറയാനുള്ളത് നമ്മളെ സബ്സ്ക്രൈബറിനോട്? എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എന്തൊക്കെ ഇപ്പോൾ നിങ്ങൾ എന്താ നമ്മളെ സബ്സ്ക്രൈബിനോട് എന്തെങ്കിലും എല്ലാവരും സപ്പോർട്ട് ആക്കണോ എന്നൊക്കെ പറഞ്ഞു. നമ്മളെ റീൽസ് നോക്കിയിട്ട് എല്ലാവരും സപ്പോർട്ട് ആക്കണോ എല്ലാവരും നോക്കിയിട്ട് സന്തോഷത്തിൽ എല്ലാം സബ്സ്ക്രൈബ് ആക്കണം. അതാ. അപ്പോൾ നമ്മളെ റിവ്യൂ എണ്ണയില്ലേ, ഒരു കോടീശ്വരനായിരുന്നു. പണ്ടത്തെ വലിയൊരു കോടീശ്വരനായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് എന്തെല്ലാം ഉണ്ടായി? സ്വന്തമായിട്ട് എന്തില്ല, പ്രീതി വിശ്വാസ നിങ്ങളത് ഒരു പരിചയപ്പെട്ടല്ലേ, അത് നമുക്കൊരു സന്തോഷം. അങ്ങനല്ല, പണ്ട് നിങ്ങളത് സ്വന്തമായിട്ട് എന്തെല്ലാം കളക്ഷൻ ഉണ്ടായി? കാർ എത്ര ഉണ്ടായി പണ്ട്? എത്ര ഉണ്ടായി? അവർക്ക് കേൾക്കല്ലേ എമൗണ്ട്? ഞങ്ങൾക്ക് ബെൻസ് ഉണ്ടായി, എന്തെല്ലാം ഉണ്ടായി പണ്ട് നിങ്ങൾക്ക്? ഏതെല്ലാം കാറുണ്ടായി പണ്ട്? ഞങ്ങൾക്ക് 31 കാറുണ്ടായി. ആ, BMW, ആൾട്ടോ, ബൊലേറോ, ഡസ്റ്റർ, വാഗനർ ഉണ്ടായി. എല്ലാം ഉണ്ടായി. 2 ഉണ്ടായി. അപ്പോൾ രവിയണ്ണക്ക് 2 മക്കളാണ്. ഒന്ന് ആണ്, ഒന്ന് പെണ്ണ്. അല്ല, രവിയണ്ണ 2 ആള് ജോബിലുള്ളത്. വലിയോന് എന്ത് ബാങ്കിൻ്റെ ഇരുന്നതാ? എൻ്റെ മൂത്ത മോന് വോൾവോ കമ്പനിയിൽ അക്കൗണ്ടന്റ്. മോള് ലാബ് ടെക്നീഷ്യനിൽ ലാബ് ടെക്നീഷ്യൻ ആക്കിയോണ്ടുണ്ട്. ലാബ് ടെക്നീഷ്യൻ എന്താണ്? ലാബ് ടെക്നീഷ്യൻ. ആ, എന്താണ്? ലാബ് ടെക്നീഷ്യൻ. വേണ്ട, അത് വേണ്ട. അപ്പോൾ രവിയണ്ണ മംഗളം ഇപ്പം എത്ര കൊല്ലായി? ഞാൻ മംഗലം കഴിഞ്ഞിട്ട് 27 കൊല്ലം. അപ്പോൾ നമ്മളെ കട്ടായിൻ്റെ നമ്പർ 1 ആക്ടറാണ് നമ്മളെ രവിയണ്ണ. നമ്പർ 1 ആണ്. ഇപ്പോൾ നമ്മളെ കട്ടായിൽ നല്ല മാർക്കറ്റിംഗ് ഉള്ളത് ഒന്ന് കാദർ ചാക്ക്, ഒന്ന് രവിയണ്ണാക്കാണ്. അപ്പോൾ രവിയണ്ണൻ്റെ ആക്ട് എന്ന് പറഞ്ഞിട്ട് അത് നാച്ചുറൽ ആക്ടറാണ്. അത് രവിയണ്ണക്കേ ഉള്ള ആ സ്ഥാനം. നമ്മളെല്ലാം അഭിനയിക്കുന്നതാണ്. ഞാൻ കാദർ ചാക്കെല്ലാം അഭിനയിക്കുന്നതാണ്. നമ്മളെ രവിയണ്ണ അങ്ങനല്ല, നാച്ചുറലാണ്. റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. എന്തെന്ന് രവിയണ്ണ? അത് കറക്റ്റാണ്. അപ്പോൾ രവിയണ്ണ ചെറുതിരിക്കുമ്പോൾ നാടകം എന്തെല്ലാം ആയിക്കോ, അതിൻ്റെ എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് അല്ലേ? അങ്ങനെ ഷോർട്ട് ഫിലിമിലെല്ലാം കുറേ ചാൻസ് എല്ലാം കിട്ടീന്. അങ്ങനെ ഇപ്പോൾ ജോബിൻ്റെ നമ്മളെ രവിയണ്ണക്ക് ജോബ് എന്തെങ്കിലും ബാങ്കിലാണ്. ബാങ്ക് മാനേജറാണ്. മാനേജറല്ലേ? പിന്നെ പിഗ്മി കളക്ടർ. ഡൽഹി ബാങ്കിൽ പിഗ്മി കളക്ടർ. അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടാ ഈ വീഡിയോ കട്ടാക്കി എടുത്തിട്ട്. അപ്പോൾ രവിയണ്ണ ആക്ടിങ് ഫീൽഡിൽ മാത്രമല്ല, രവിയണ്ണ നല്ലോണം പാട്ട് പാടും, ഒരു സിംഗറാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ രവിയണ്ണ എന്നെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാം. ഓക്കെ, രവിയണ്ണ ഒരു പാട്ട് പാടി. രവിയണ്ണ എന്ത് പാട്ട് പാടും? ഒരു കന്നഡ പാട്ട്, അറിയുന്ന പാട്ട് മതി. ಓ ಕನಕಾಂಬರಿ ನೀನು ಬಾರದೆ ಪೂಜೆಗೆ ಹೂವಿಲ್ಲ,
ಓ ಶ್ವೇತಾಂಬರಿ ನೀನು ಬಾರದೆ ಉತ್ಸವ ಸಾಗೊಲ್ಲ ಗೀತಾಂಜಲಿ ಹಾಲು ಕೆನ್ನಿಗೆ ದಾಳಿಂಬೆ ಹಣ್ಣಿಗೆ ನಮ್ಮೂರ ಹೆಣ್ಣಿಗೆ. ಮತ್ತೆ ಇದು ಒಳಗೆ ಸೇರಿದರೆ ಗಂಡು ಹೆಣ್ಣು ಆಗುವಳು ಗುಂಡು ಅದೇ ಅದರಿಯೋ ಒಳಗೆ ಪಾಡಿ. ಒಳಗೆ ಸೇರಿದರೆ ಗುಂಡು ಹೆಣ್ಣು ಆಗುವಳು ಗಂಡು. ಒಳಗೆ ಸೇರಿದರೆ ಗುಂಡು ಹೆಣ್ಣು ആകുവളു ഗണ്ഡു. അപ്പോൾ നമുക്ക് വ്ളോഗ് നിർത്താല രവേണ്ണ. എന്തിനാ ഇപ്പോൾ കുറച്ച് ലേറ്റായി ഞാൻ നിർത്തത്. എന്താ ക്ലൈമറ്റ് ഇപ്പോൾ നിർത്തായിക്കൊണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ക്ലാരിറ്റി കിട്ടല. അപ്പോൾ തീർച്ചയായിട്ടും നാളെ വ്ളോഗ് ഉണ്ടാവും. ഇനി പ്രാങ്ക് എല്ലാം ചെയ്യണ്ടേ രവേണ്ണ? നമുക്ക് പ്രാങ്ക് വീഡിയോ എല്ലാം ചെയ്യണം. അതാ പബ്ലിക് പ്രാങ്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എടുക്ക് വ്ളോഗ് നിർത്താൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ടാറ്റയ്ക്ക് ടാറ്റ.